ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാനൊരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആദ്യം എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇത് എൻ്റെ വീടാണ്. ഇവിടെ നിന്ന് ഇത് നമ്മുടെ കടയാണ് കേട്ടോ. വീടിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കടയുണ്ട് വാപ്പാക്ക്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ എടുത്ത് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ അതെല്ലാം എടുത്തുകൊണ്ട് നമ്മളിതാ ഊബറും പിടിച്ച് നേരെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ വീടെന്ന് പറയുന്നത് വാളിക്കോടാണ്. അപ്പോൾ അവിടെ നിന്ന് അടുത്തുള്ള ഒരു സലൂണിലാണ് ഞാനിന്ന് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലക്സ് എന്നാണ് പേര്. അപ്പോൾ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് എൻ്റെ മാരേജിന് എന്നെ മേക്കപ്പ് ചെയ്ത, അതായത് എന്നെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്ത ആ ഒരു സിസ്റ്ററിൻ്റെ സ്വന്തം സലൂണാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആദ്യം സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ പിള്ളേരങ്ങോട്ട് ബഹളം തുടങ്ങി. എന്താ നീ അവന് ഹീറോ വന്നില്ലേ? എന്തോ ഉണ്ട് കേട്ടോ പ്ലാൻ. നിക്കട്ടെ, നമ്മൾ പോയി നോക്കണം. ചെക്കാണ് എൻ്റെ അവിടെ ഫാൻ ഉണ്ടാകും. അമ്മൂമ്മ ആരാ അമ്മൂമ്മ? ഒരു അമ്മുമ്മൻ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ കുട്ടിപ്പട്ടാളങ്ങൾ ഓൾറെഡി റെഡിയായി നിൽക്കുന്നുണ്ട്. എന്നെ അവർ ഷാ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഷാ വരുന്നുണ്ട്, നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എംബ്രോനെ കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, എംബ്രോനും അവരെ കണ്ടപ്പോൾ നല്ല സന്തോഷം. അങ്ങനെ നമ്മളിവിടെ വന്ന് എത്തി. അവർ കുറച്ച് നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും താത്തതാ ഇവിടെ ലഞ്ചൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. നല്ല അടിപൊളി ചോറും അതുപോലെ തന്നെ മാമി വെച്ച മീൻകറി, നല്ല പച്ച മീൻ കറിയും അതുപോലെ തന്നെ മാമിയുടെ ഒരു സ്പെഷ്യൽ ഒരു മുളക് പോലത്തെ ഒരു കറിയുണ്ട്, അതും പൊരിച്ച മീൻ എല്ലാം കത്തിരിക്ക വിഴുക്ക് എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് ഇനി ഞങ്ങൾ സലൂണിലോട്ട് പോകാൻ ഒരു ഓട്ടോ ഇട്ട് തന്നിട്ടുണ്ട്. ഓട്ടോയിലാണ് സലൂണിൽ പോകുന്നത്. ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ കേട്ടോ, ഒരു 5 മിനിറ്റ് ട്രാവൽ മാത്രമേ ഉള്ളൂ. അതൊക്കെ വന്നേ ഞാൻ നോക്കിയപ്പോൾ സലൂൺ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ ഹെയറിൻ്റെ ലെങ്തൊക്കെ നോക്കി, ഹെയറിന് ഏത് അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞൊക്കെ തന്നു. ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി വന്നത്. അങ്ങനെ ഞാൻ ബോട്ടോക്സാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അവരെൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ പാർലറിൽ തന്നെയാണ് അത് ഇനിയിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നവരെ. അപ്പോൾ എനിക്ക് ഒരുപാട് കോമൻറ്റ്സ് വന്നിട്ടുണ്ട്, ഇത് കളറിങ്ങിൻ്റെയൊക്കെ ചെയ്യാമോ എന്ന് വ്ളോഗിൽ. അപ്പോൾ ഞാൻ തൽക്കാലം കളറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഒരുപാട് ഹെയർ ഫോളും കാര്യങ്ങളും ഉണ്ട്, ഡെലിവറിയൊക്കെ കഴിഞ്ഞത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഹെയർ ഫോൾ ക്ഷീണമൊക്കെ ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലുക്ക് എങ്ങനെയുണ്ടെന്ന് കോമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ കളറിങ് ഞാൻ അതുകൊണ്ടാണ് ചെയ്യാത്തത്, ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്യുന്നില്ല. ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, കളറിങ് ഒക്കെ ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ വർഷമാണ് ഞാൻ വീണ്ടും ബോട്ടോക്സിലോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കോമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. അപ്പോൾ ഹെയർ കളറിങ് ഒക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് ഞാൻ പോവുകയാണ്. ഓഫ് അത് കേറാറിഞ്ഞൂടാ, അങ്ങനെ കേറുന്നില്ല. കാലിട്ടാക്കണണ്ട ചറുക. അവൻ ഇതിൽ കയറി ഇറങ്ങി കളിക്കാനായിരിക്കും കേട്ടാ. അതാണ് നല്ലത്, നമുക്ക് ജോലിയില്ല. അമ്മ പിടിക്കാം, വാ. നമ്മൾ പിടിക്കണം പതുക്കെ. തിരിച്ച്
ആറുമ്പോ ഇവിടെ എത്തിയാ? മുത്തു ചറുകി വരണില്ലല്ലോ, വേഗം വാ. ഇപ്പം നോക്കി ചിരി നോക്കി. നീന്തി വരണോക്ക്. അവനെ ചെറിയ നില്ലേ മൊത്തം നില്ലേ വരരുത്. എംബർ ഇരിക്കണ അങ്ങനെ ഹെയർ കളറിങ് കഴിഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്, കാരണം ഞാൻ സലൂണിൽ തന്നെ ഇരുന്ന് എൻ്റെ കൂടെ ഒന്ന് താത്തൊരു ഫേഷ്യൽ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഫേഷ്യൽ കഴിഞ്ഞ് ഓൾറെഡി വീട്ടിൽ പോയി, ഞാൻ കഴിയുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വാപ്പയാണ് വന്നത്. കൂടെ കുറേ കുട്ടിപ്പട്ടാളങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ തിരിച്ച് വരുന്ന വഴി ഇവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വാപ്പനും പാർക്കിൽ കയറണമെന്ന് വെച്ചപ്പോൾ പാർക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വീഡിയോ കണ്ടാണല്ലോ. അപ്പോൾ പാർക്കിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ പിന്നെ അങ്ങോട്ട് പാർക്കിൽ കയറ്റി കുറച്ച് നേരം ഇവരെ കളിപ്പിച്ചിട്ടാണ് ഇനി നമ്മൾ വീട്ടിലോട്ട് പോയത്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം. കഴിച്ചിട്ട് കുറച്ച് നേരം ആയില്ലേ, ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് വന്നതാണ്, ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കോമൻസും, നിങ്ങളുടെ വിലപ്പെട്ട കോമൻസ് എനിക്ക് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നല്ല നല്ല വ്ളോഗ്സൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോമൻസും എല്ലാവരും ചെയ്യുക. ഹെയർ ട്രീറ്റ്മെൻറ്റ് വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയുക. അങ്ങനെ ഇവിടെ നിന്ന് കുറേ നേരം എമ്മൂറിനെ കളിപ്പിച്ചു. ഇന്നാണെങ്കിൽ ഇവൻ ഉറങ്ങിയിട്ടേ ഇല്ല. കാരണം കുട്ടികളൊക്കെ എല്ലാവരും കൂടെ കണ്ടപ്പോൾ, ഇക്കാമാരെയൊക്കെ കണ്ടപ്പോൾ പിന്നെ അവരെ കൂടെ ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങാതെ ഇരുന്നാണ് പറഞ്ഞത്. വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവൻ്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. നല്ല തളർന്ന്, കാരണം ഒരുപാട് നേരം കളിച്ച് തളർന്ന് ക്ഷീണം. കാരണം എൻ്റെ വീട്ടിൽ പോയ ഉടനെ തന്നെ അപ്പം തന്നെ അവ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം കളിപ്പിച്ച് പിന്നെ ഇവരെയും കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തി ഡിന്നറൊക്കെ കഴിച്ചതാ ഇവരിതാ ഫുഡൊന്നും കഴിക്കാണ്ട് ടാബും കണ്ടുകൊണ്ടിരുന്നവരാണ് അങ്ങ് ഉറങ്ങിപ്പോയി. കളിച്ച് തളർന്നതിൻ്റെ ക്ഷീണത്തിലായിരിക്കും. അപ്പം എന്തായാലും പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങട്ടെ, ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ സമയമായിട്ടുണ്ട്. നമ്മളിതാ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഉമ്മായും പാപ്പായും ഓട്ടോയിൽ വന്ന് ഞങ്ങളൊരു ഊബറും പിടിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ പുതിയൊരു വ്ളോഗിൽ കാണാം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.